Students, let us go to the continuation of the chapter first. നമുക്കിനി അതിനകത്ത് പഠിക്കാനുള്ളത് ഒരു 4 ഫോഴ്സസിനെ കുറിച്ചാണ്. ടുഗദർലി നമുക്ക് പറയാം ദ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഞാൻ 4 ഫോഴ്സസിനെ കുറിച്ച് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Second one, electromagnetic force. Third one, weak nuclear force. The fourth and the last one is strong nuclear force. These are the 4 fundamental forces in nature. Basically, നേച്ചറിൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ കാണുന്ന 4 ഫോഴ്സസാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. എക്സാമിന് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, 1-2 ക്വസ്റ്റ്യൻസ് വരും. എക്സാമിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. Let us look to the gravitational force. ഞാൻ പോയിൻ്റ് ചെയ്ത് പറയാം. CBSE ടെക്സ്റ്റിനകത്തുള്ളതുപോലെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് ഡിസ്കഷനിൽ കൊണ്ടുവരുള്ളൂ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇതൊരു ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്. രണ്ടാമത്, ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫോഴ്സ്. യൂണിവേഴ്സൽ എല്ലാ ഭാഗത്തുള്ളൊരു ഫോഴ്സാണ്. യൂണിവേഴ്സൽ ഫോഴ്സ്. ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് മാസ് ഡിപ്പെൻഡൻ്റ് ആണ്. മാസിനെ മാത്രമാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാസ് ഡിപ്പെൻഡൻ്റ്. ന്യൂട്ടനാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായി ബന്ധപ്പെടുത്തിയൊരു ലോ ഡെവലപ്പ് ചെയ്തത്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. Every object, if it is small or greater, ഏത് ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിലും വലിയ ഒബ്ജക്റ്റ് ആണെങ്കിലും 2 ബോഡികൾ തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. അപ്പോൾ ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. പ്രത്യേകം പറയണം, നോ റിപ്പൽഷൻ. Consider 2 bodies having masses m1 and m2 kept at a distance small r. 2 ബോഡികളുണ്ട്. ഒരു ബോഡിയുടെ മാസ് m1, അടുത്ത ബോഡിയുടെ മാസ് m2. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ r ആണ്. ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതിൻ്റെ ഇക്വേഷനൊന്നും തൽക്കാലം പറയുന്നില്ല. നമ്മൾ വേറൊരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് ആ ഇക്വേഷൻസ് എല്ലാം പഠിക്കും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും. ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ എനി 2 ഒബ്ജക്ട്സ് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മാസ്. ഒരു ബോഡിയുടെ മാസ് കാരണം, അല്ലെങ്കിൽ 2 ബോഡികളുടെ മാസ് കാരണം അവർ തമ്മിലുണ്ടാകുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നും കൂടെ പറയാം. ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ എനി 2 ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് ഡ്യൂ ടു ബൈ വിർച്യൂ ഓഫ് ദെയർ മാസസ്. 2 ബോഡികളുടെ
മാസ് കാരണം അവർക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. Let us see how we can identify the gravitational field. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? വളരെ സിമ്പിളാണ്. സി, ജസ്റ്റ് ഡ്രോപ്പ് എനി ബോഡി. ഒരു ബോഡിയെ നമ്മൾ എന്ത് ചെയ്യുക? ഡ്രോപ്പ് ചെയ്യുക. ഇറ്റ് വിൽ അട്രാക്ട് ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. ദിസ് ഈസ് ഡ്യൂ ടു acceleration due to gravity. Acceleration due to gravity. That is due to gravitational field. ഓക്കെ, അപ്പോൾ ഒരു ബോഡി താഴോട്ട് വീഴുന്നത് എന്ത് കാരണം തന്നെയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, മൂൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, ഇതിൻ്റെ മോഷൻ, ഇത് എർത്ത്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, മൂൺ, ഇതിൻ്റെയൊക്കെ റൊട്ടേഷൻ ആര് കാരണമാണ് സാധ്യമാകുന്നത്? ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കാരണമാണ് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത്, റൊട്ടേഷൻ ഓഫ് പ്ലാനറ്റ്സ്, എറൗണ്ട് ദ സൺ, ഇതും ആര് കാരണം തന്നെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം തന്നെയാണ്. പിന്നെ പ്രധാനമായും ദ ഫിനോമിനൻ ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് എവല്യൂഷൻ ഓഫ് ഗാലക്സീസ്, സ്റ്റാർ, എവല്യൂഷൻ ഓഫ്, അങ്ങനെ പറയാം, എവല്യൂഷൻ ഓഫ് ഗാലക്സി, സ്റ്റാർ, ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. വളരെ എളുപ്പമാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് താഴോട്ട് വീഴുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ്. അതുപോലെ തന്നെ എർത്തിനു ചുറ്റും മൂണോ അല്ലെങ്കിൽ എർത്തിനു ചുറ്റും മറ്റ് ഒബ്ജക്ട്സോ റൊട്ടേറ്റ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ്. അതുപോലെ തന്നെ സണ്ണിന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്നത് ഇത് കാരണമാണ്. അതുപോലെ തന്നെ ഗാലക്സീസ് ഫോം ചെയ്യുന്നത്, സ്റ്റാർ ഫോം ചെയ്യുന്നത്, ഇതൊക്കെ എന്ത് കാരണമാണ്? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, ദ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. Electromagnetic force. See, electromagnetic force is the force of attraction or repulsion between charged particles. അതായത് പോസിറ്റീവ് ചാർജസ്, നെഗറ്റീവ് ചാർജസ്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജസ്, നെഗറ്റീവ് ചാർജസ്, പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ അട്രാക്ഷനാണ്, പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ റിപ്പൾഷനാണ്. ദിസ് കൈൻഡ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. എന്തുകൊണ്ടാണത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്? സി, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരുന്നു. ചാർജ് ഉള്ള പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷനോ റിപ്പൾഷനോ കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാസ് കാരണമായിരുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു മാസ്. But here electromagnetic force is due to charged particles അല്ലെങ്കിൽ charges. See, basically electromagnetic force can be divided into 2. They are electric force and a magnetic force. Electric force and magnetic force. എന്താണ് വ്യത്യാസം? See, charges റെസ്റ്റിലാണ് എങ്കിൽ, പോസിറ്റീവ് നെഗറ്റീവ്, ഓക്കെ, റെസ്റ്റിലാണ്, ഈ സമയത്തുള്ള ഫോഴ്സാണ് ദ ഫോഴ്സ് ഡെവലപ്ഡ് ബിറ്റ്വീൻ 2 ചാർജസ് വെൻ ദേ ആർ അറ്റ് റെസ്റ്റ്. ദിസ് ഇസ് കോൾഡ് ഇലക്ട്രിക് ഫോഴ്സ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സി, ദർ ഈസ് എ വേർഡ് സ്റ്റാറ്റിക്. Electrons are stationary, then developing the force is called electrostatic force or electric force. കണ്ടുപിടിച്ച കുളമ്പാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുളമ്പ് എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടാവും. സി,
ഇൻ ദ കേസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്, അതും ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാരണം തന്നെയാണ്, പോസിറ്റീവും നെഗറ്റീവും എനിവേ, ബട്ട് ദേ ആർ ഇൻ മോഷൻ. When electrons are in motion, there produces magnetic force. This is called magnetic field or magnetic force. This is put forward by Lorentz. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ചാർജസിൽ നിന്ന് തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു കേസിൽ ചാർജസ് റെസ്റ്റിലാണ്, മറ്റേ കേസിൽ ചാർജസ് മോഷനിലാണ്. എന്നാലും ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ദേ ആർ ഇൻസെപ്പറബിൾ എന്ന വേർഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇൻസെപ്പറബിൾ. എനിവേ, ദീസ് ടു forces are togetherly referred as electromagnetic force. Okay, now this electromagnetic force is 10 raised to 36 times than gravitational force. Very important. Electromagnetic force 10 raised to 36. 100 times ആണെങ്കിലോ 100 times എന്നാൽ 10 raised to 2 times. 1000 times ആണെങ്കിലോ 10 raised to 3 times. 10,000 times ആണെങ്കിലോ 10 raised to 4 times. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരിക്ക് 10 raised to 36, ഒന്നും 36 നമ്പർ ഓഫ് സീറോസ്, അത്രയും മടങ്ങ് വലുതാണ്. ആരുടെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ 10 raised to 36 ടൈംസ് വലുതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ എത്ര വലിയ ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്? അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ എത്ര ചെറിയ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ഫണ്ടമെൻ്റൽ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിച്ചു, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇൻ ന്യൂക്ലിയർ പ്രോസസ് സച്ചസ് ബീറ്റ ഡീകെ. അതായത് ഒരു ന്യൂക്ലിയർ പ്രോസസ്സാണ് ബീറ്റ ഡീകെ. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു ന്യൂക്ലിയർ പ്രോസസ്സാണ്, ന്യൂക്ലിയർ പ്രോസസ്സ്. ആറ്റം ബോംബ് ഡെവലപ്പ് ചെയ്യുക, അതൊരു ന്യൂക്ലിയർ പ്രോസസ്സാണ്. അതുപോലെ ഒരു ന്യൂക്ലിയർ പ്രോസസ്സാണ് ബീറ്റ ഡീകെ. ഈ ന്യൂക്ലിയർ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഈ ന്യൂക്ലിയർ പ്രോസസ്സ് നടക്കുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ്. ഭയങ്കര വലിയ ഫോഴ്സ് അല്ല, പക്ഷേ ഇൻ ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും ഇടയിലാണ് ആരുള്ളത്? ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടും വലുതാണ്, എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാട്ടും ചെറുതാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, വലിയ വീക്കൊന്നുമല്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടി കൂടുതലാണ്, എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാട്ടി കുറവാണ്. മനസ്സിലായോ? പിന്നെ അവരുടെ റേഞ്ച് 10⁻⁻16 മീറ്റർ ആണ്. എന്താണ് റേഞ്ച്? റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ദിസ് ഫോഴ്സ് വിൽ ആക്റ്റീവ് ഇൻ എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് കോൾഡ് റേഞ്ച്. ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. രണ്ട് മാഗ്നറ്റ് എടുത്ത് നമ്മൾ വയ്ക്കുന്നു, ഒരു മാഗ്നറ്റ് എടുത്ത് വയ്ക്കുന്നു. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വെച്ചാൽ മാത്രമേ അത് ഒന്നിൽ അട്രാക്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അത് റിപ്പൽ ചെയ്യൂ. അപ്പോൾ ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസിനകത്ത് മാത്രമാണ് ആ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ വാലിഡ് ആവുക, ആക്റ്റീവ് ആവുക. ദാറ്റ് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് റേഞ്ച്. അതുപോലെ
വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസിൻ്റെ റേഞ്ചാണ് 10⁻16 മീറ്റർ. അത്രയും ചെറിയ ഡിസ്റ്റൻസിനായിരുന്നു അകത്തിരുന്നു കൊണ്ട് മാത്രമേ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ദ ലാസ്റ്റ് വൺ ആൻഡ് ദ ഫോർത്ത് വൺ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. യൂണിവേഴ്സിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ഫണ്ടമെൻ്റലായിട്ട് കാണുന്ന ഏറ്റവും വലിയ, ഫണ്ടമെൻ്റൽ മീൻസ് നമ്മളൊന്നും ചെയ്യണ്ട, ഇറ്റ് എക്സിസ്റ്റ് ദെയർ, ഫണ്ടമെൻ്റലായിട്ട് കാണുന്ന ഏറ്റവും വലിയ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. എവിടെയാണ് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉള്ളത്? അതായത് ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണ് നോ ചാർജ്, ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ്. ശരിയല്ലേ? ഈ ന്യൂക്ലിയസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു? ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ചേർത്ത് ബൈൻഡ് ചെയ്യണം. ബൈൻഡ് ചെയ്യാൻ മീൻസ് ചേർത്ത് വയ്ക്കുക. പ്രോട്ടോണിനെയും ചേർത്ത് വയ്ക്കണം, പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് വയ്ക്കണം, ന്യൂട്രോണിനെയും ചേർത്ത് വയ്ക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസിനകത്ത് ഒരുപാട് പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണും. ഇവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ ഒരു ന്യൂക്ലിയസായിട്ട് തന്നെ ഇരുത്തണമെങ്കിൽ, ടു മേക്ക് ഇറ്റ് ആസ് എ ന്യൂക്ലിയസ്, ഈ ഫോഴ്സ് അവിടെ വേണം, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റും, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, എനിവേ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺസ് ഓർ ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, ഓർ പ്രോട്ടോൺസ് ആൻഡ് പ്രോട്ടോൺസ്, ഓർ ന്യൂട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോണും തമ്മിലോ, പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള ഫോഴ്സാണ് എന്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇലക്ട്രോൺസ് ഹാസ് നോ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിനകത്ത് ഇലക്ട്രോൺസ് ഇല്ല, ഇതിനകത്തുള്ള കാര്യം മാത്രമാണ്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ റേഞ്ച് 10⁻15 മീറ്ററാണ്. ഇനി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എത്രയുണ്ട് നമുക്ക് നോക്കാം. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ 100 ടൈംസ് അല്ലെങ്കിൽ 10⁻2 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കിട്ടുക. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ 10⁻36 ടൈംസ് ആണ്. ഇതിന് പകരമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇൻറ്റു 10⁻2 is equal to സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. കണ്ടുപേടിക്കുകയൊന്നും വേണ്ട, ഒരുമിച്ച് പറയാൻ വേണ്ടിയാണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ 10⁻36ഉം 2 കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 36 + 2 10⁻38 ടൈംസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ 10⁻38 ടൈംസാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതൊക്കെ എക്സാമിന് 1 മാർക്കിന് ചോദിക്കാൻ കഴിയും. അപ്പോൾ മനസ്സിലായി, ലോവസ്റ്റ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, തൊട്ട് മുകളിലുള്ള ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എത്ര ഇരട്ടിയാണ്? 10⁻36 ടൈംസാണ്. അതിന് മുകളിലുള്ള ഒരു ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. പക്ഷേ അതിന് മുകളിലുള്ള എക്സാം ടെസ്റ്റിൽ പറയുന്നതെങ്കിലും ശരിക്കതിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സാണ്. ലാസ്റ്റ് വണ്ണാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ 100 ടൈംസ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ 38 ടൈംസ്. ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് സ്കോപ്പ് ഓഫ് ഫിസിക്സ് പഠിച്ചതിൻ്റെ ഗുണം എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്സ്, സയൻസ് ആൻഡ് ടു ദ സൊസൈറ്റി. സയൻസിലും ടെക്നോളജിയും സൊസൈറ്റിയുമായിട്ടുള്ള എന്തൊക്കെയാണ് ബന്ധങ്ങൾ, അത് ജസ്റ്റ് വായിക്കാനുമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ആ ചാപ്റ്റർ നമ്പർ 1 ഇവിടെ അങ്ങ് അവസാനിക്കുകയാണ്. ഓക്കെ.